രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ട്. രസം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കുക്കിംഗ് ആട്ടോ. വേറെ ഒന്നുമില്ല, ശരത്തേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ വറുത്തതും പിന്നെ ചപ്പാത്തി പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വല്യമ്മതേ മീൻ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. ഈ മീൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ആക്കേണ്ടത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന ചപ്പാത്തിയും പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ വറുത്തതും. ആ ഇരിക്കുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ ആളുടെ റെസിപ്പി ആയിരുന്നു കേട്ടത്. പിന്നെ ഇതാണ് ചേച്ചി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതേ നേരത്തെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മീൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നാക്കാനും കട്ട് ചെയ്യാനും അതേപോലെ ക്ലീൻ ചെയ്യാനൊക്കെ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നല്ല മഴ തന്നെ. അങ്ങനെ പിള്ളേരപ്പം ഞാൻ കുറച്ച് നേരം മഞ്ചൊക്കെ ഉണ്ടാക്കി കളിച്ച് നേരെ അടുക്കളയിൽ പോയിട്ടാ. മീൻ ഫ്രൈ ചെയ്യുന്നത് എൻ്റെ റെസിപ്പിയാണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ ലൈറ്ററാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അങ്ങനെ വല്യമ്മൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് മുളക് പൊട്ടിച്ചിട്ട് വരാം. അങ്ങനെ കുറച്ച് മുളകും ഒക്കെ പൊട്ടിച്ചൊന്ന് ഇതേ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്, അതിക്കിടാനായിരുന്നു കേട്ടോ മുളക്. പിന്നെ നമ്മുടെ മീൻ ഇവിടെ അടുപ്പിലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസ് മാറി പിന്നെ അതൊരു കപ്പിൾ ഡാൻസ് ആയി, ഞാൻ പുറത്തായി, അവർ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഡാൻസുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വറുത്ത മീൻ വറുത്തതും പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയും ശരത്തേട്ടൻ പറയുന്നത് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ് ദൈവത്തിനറിയാം. നല്ല തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. ഉച്ചയ്ക്കല്ല, ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പം. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മഴയത്ത് കളിക്കാമെന്ന് പറഞ്ഞപ്പം ഓക്കെ എന്നാൽ പാട്ടൊക്കെ വെച്ച് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും മഴ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേറെ വഴി ഉണ്ടായിരുന്നു, നമ്മുടെ അളി ഉണ്ടായിരുന്നു. അങ്ങനെ അളിയെ ഞങ്ങൾക്ക് മോട്ടറിൽ വെള്ളമൊക്കെ അടിച്ചെന്ന് വീണ്ടും കുറേ നേരം ഡാൻസൊക്കെ കളിച്ച്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ പോകുമ്പോൾ വഴിയിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. അങ്ങനെ നല്ലൊരു ചൂട് ചായയും പിന്നെ കുറേ ബോണ്ടൊക്കെ കഴിച്ചായിരുന്നു, എടുക്കാൻ പറഞ്ഞു. ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലൊന്നും കറണ്ടില്ല. അങ്ങനെ ഞങ്ങളൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു ഞങ്ങൾക്ക്. വേറെ ഒന്നുമല്ല, കൊള്ളി മുട്ടയും പിന്നെ മീൻ കറിയൊക്കെയായിരുന്നു.